Hello students, നമ്മൾ ഇൻ്റഗ്രൽ ഓഫ് ട്രാൻസ്ഫോംസ് എന്ന് പറയുന്ന സെക്ഷനാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡെറിവേറ്റീവ്സ് ഓഫ് ട്രാൻസ്ഫോംസ് നോക്കിയതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഹിയർ സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ആൻഡ് വി നോ ദി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. ഇത് നമുക്കറിയാമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഫൈൻഡ് ഔട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി. എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിവൈഡഡ് ബൈ ടി ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമാണ് നമുക്ക് കാണണമെങ്കിൽ വി നീഡ് ഓൺലി ഫൈൻഡ് ഔട്ട് ഇൻ്റഗ്രൽ. ഈ പറയുന്ന എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ എഫ് ഓഫ് യു ഡി യു എന്ന് എഴുതുന്നു. വേരിയബിൾ ചേഞ്ച് വരാതിരിക്കാനാണ്. എഫ് ഓഫ് യു ഡി യുവിനെ ഞാൻ എസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ഇറ്റ് ഈസ് എ വെരി ഗുഡ് റിസൾട്ട്. If you want to find out the Laplace transform of f of t by t and we know the Laplace transform f of t, then we need only integrate that Laplace transform of function f of t from s to infinity. അപ്പോൾ ഒരു പ്രാവശ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിനോട് ഈക്വലൻ്റ് ആണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി കാണുന്നത്. അപ്പോൾ ഇനി റിസൾട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. ഇത് കൺസിഡർ ചെയ്യൂ. കൺസിഡർ ഇൻറ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു. So which is equal to integral s to infinity. Okay, and what is f of u du? f of s എന്ന് പറഞ്ഞാൽ എന്താണ്? what is capital F of s? Integral 0 to infinity e raised to minus st f of t dt. ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെങ്കിൽ ഇൻ്റഗ്രൽ 0 to infinity e raised to minus st f of t dt ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? എഫ് ഓഫ് യു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എസിന് പകരം യു എഴുതണം. സോ e raised to minus ut എഫ് ഓഫ് ടി ഡി ടി എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് എഫ് ഓഫ് യു ആൻഡ് ഡി യു അല്ലേ? അതിന് ഇടയ്ക്കൊരു ഇൻ്റഗ്രൽ 0 to infinity കൂടെ വേണം. 0 to infinity. ഈ എസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഏത് വേരിയബിളിനാണ്? യു എന്ന് പറയുന്ന വേരിയബിളിനാണ്. ഓൾറെഡി ഉണ്ടായിരുന്നതാണ് ഈ എസ് ടു ഇൻഫിനിറ്റി യു എന്ന് പറയുന്ന വേരിയബിൾ. ഈ 0 to infinity ഏത് വേരിയബിളിനാണ്? ഇവിടെ ഉണ്ട്, ടിക്കാണ് ഈ വേരിയബിൾ വരുന്നത്. ടി ആണ് ഇവിടുത്തെ വേരിയബിൾ. സോ ടിക്കാണ്. അപ്പോൾ ഞാൻ ഇവിടെ ടി ഈക്വൽ ടു എന്ന് എഴുതുന്നുണ്ട്. യു ഈക്വൽ ടു എസ് ടു ഇൻഫിനിറ്റി, ടി ഈക്വൽ ടു 0 to infinity. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു ദിസ് ഞാൻ ഈ ഇൻ്റഗ്രലിന് ഒരു ഇൻ്റർചേഞ്ച് ചെയ്യാൻ പോവാണ്. ദിസ് ക്യാൻ ബി റിട്ടൺ ഇൻ്റഗ്രൽ 0 to infinity. ടിയുടെ ലിമിറ്റ് ആദ്യം എഴുതുന്നു. ദെൻ ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി, ഇത് യുടെ ലിമിറ്റാണ്, ഇത് ടിയുടെ ലിമിറ്റാണ്. യു ഈക്വൽ ടു എസ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് യു ടി ഡി യു എഫ് ടി ഡി ടി. ആദ്യം യുവിനെ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നു, ദെൻ ടീനെ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിനെ ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ടി ഈക്വൽ ടു 0 to infinity. ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? ഇ റേസ് ടു മൈനസ് യു ടീന് ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് യു ടി തന്നെ വരും. ഡിവൈഡഡ് ബൈ ടി, വിത്ത് റെസ്പെക്ട് ടു യു ആണ് വേരിയബിൾ, മൈനസ് ടി ആയിരിക്കും വരിക. വിത്ത് ദ ലിമിറ്റ് എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഡി ടി. So which is equal to integral t to infinity 0 to infinity ഈ മൈനസ്, ഓക്കെ, ആദ്യം ഇൻഫിനിറ്റി ആണ് കൊടുക്കേണ്ട ലിമിറ്റ്. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ഈസ് ആക്ച്വലി 0. സോ 0 ആണ് വരിക ഫസ്റ്റ് ടേം. സെക്കൻഡ് ഈസ് മൈനസ്, ഇത് അപ്പർ ലിമിറ്റ് മൈനസ്. ഇനി ലോവർ ലിമിറ്റ് ചെയ്യണം. ലോവർ ലിമിറ്റിൽ എസ് ആണ് കൊടുക്കുന്നത്. ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് മൈനസ് ടി. ബിക്കോസ് യുവിനാണ് വേരിയബിൾ ലിമിറ്റ് കൊടുക്കുന്നത്. സോ യുവിന് മാത്രം എസ് കൊടുത്താൽ മതി. ടി ഈസ് ടി ഇറ്റ് സെൽഫ്. ഓക്കെ, എഫ് ഓഫ് ടി ഡി ടി. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ടി ഈക്വൽ ടു 0 to infinity. ഓക്കെ, മൈനസ് മൈനസ് ഈസ് പ്ലസ്. ഇ റേസ് ടു മൈനസ് എസ് ടി ഈസ് ഹിയർ. എഫ് ഓഫ് ടി ഇ ബൈ ടി ഡി ടി. സോ വാട്ട് ഈസ് ദിസ്? ഇൻ്റഗ്രൽ 0 to infinity, ടിക്ക് തന്നെയാണ് വേരിയബിൾ. ഓക്കെ, ഇൻ്റഗ്രൽ 0 to infinity ഇ റേസ് ടു മൈനസ് എസ് ടി സം ഫംഗ്ഷൻ ഇൻറ്റു ഡി ടി. ഇത് എന്തിൻ്റെ ഡെഫിനേഷനാണ്? ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷനാണ്. ഇൻ്റഗ്രൽ 0 to infinity ഇ റേസ് ടു മൈനസ് എസ് ടി ഏത് ഫംഗ്ഷനാണോ ആ ഫംഗ്ഷൻ ഇൻറ്റു ഡി ടി. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടിക്ക് പകരം ഇവിടെ ഏതാ ഫംഗ്ഷൻ? എഫ് ഓഫ് ടി ബൈ ടി. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി. അപ്പോൾ ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി, അതായത് ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ക്യാപിറ്റൽ എഫ് ഓഫ് യു ഡി യു ഈസ് നത്തിങ് ബട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി എന്ന് കിട്ടും. അപ്പോൾ ഇതൊരു പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് ഈ റിസൾട്ട് യൂസ് ചെയ്യാം. ഈ പ്രൂഫ് നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി, എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കുക. ആൻഡ് റിസൾട്ട് മാത്രം ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ നമ്മുടെ റിസൾട്ട് എന്താണ്? ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ക്യാപിറ്റൽ എഫ് ഓഫ് യു ഡി യു ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി. ഇതാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത റിസൾട്ട്. അപ്പോൾ ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുക നോക്കാം.
So if you want to find out, find Laplace transform of 1 minus e raised to t divided by t. ഓക്കെ, ഇപ്പോൾ ഇൻറ്റു ടി ആണെങ്കിൽ നമുക്കറിയാം ഡെറിവേറ്റീവ് കാണുന്നതിലേക്കാണ് പോകുന്നത്, ഡിവൈഡഡ് ബൈ ടി ആണെങ്കിൽ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നതിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഈ 1/t ടി അവിടെ നിൽക്കട്ടെ, ആദ്യം 1 മൈനസ് ഇ റേസ് ടു ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നു. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു ടി. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1ൻ്റെ എന്താ, എൽ ഓഫ് 1 ഈസ് 1/s മൈനസ് എൽ ഓഫ് ടി ഇ റേസ് ടു ടി എത്രയാണ് 1/s മൈനസ് 1. ഓക്കെ, 1/s മൈനസ് 1/s മൈനസ് 1. റെഡി? ഇനി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ഇ റേസ് ടു ടി ആണ് ഇത്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ഇ റേസ് ടു ടി ഡിവൈഡഡ് ബൈ ടി എന്താ, എങ്ങനെ കാണാം? ദാറ്റ് ഈസ് ബൈ ഡെഫിനിഷൻ ഇൻറ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ക്യാപിറ്റൽ എഫ് ഓഫ് യു ഡി യു ആണ്. എന്താണ് ക്യാപിറ്റൽ എഫ് ഓഫ് യു ഡി യു? ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ കിട്ടുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് വിളിക്കേണ്ടത്. ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇതാണെങ്കിൽ എന്തായിരിക്കും ക്യാപിറ്റൽ എഫ് ഓഫ് യു? ഇൻറ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എസിന് പകരം യു എഴുതിയാൽ 1/u മൈനസ് 1/u മൈനസ് 1 ഡി യു. ശരിയല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. 1/u എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രൽ 1/u ഡി യു എന്താ, ln u ആയിരിക്കും, മൈനസ് ln mod u മൈനസ് 1/u മൈനസ് 1 ഇൻറ്റഗ്രൽ എന്താ, ln ഓഫ് u മൈനസ് 1 ആണ്, വിത്ത് ദ ലിമിറ്റ് എസ് ടു ഇൻഫിനിറ്റി. സോ ദിസ് ക്യാൻ ln a മൈനസ് ln b ഈസ് ln a ബൈ ബി യു ബൈ യു മൈനസ് 1 എന്ന് ഞാൻ എഴുതുന്നു, വിത്ത് ദ ലിമിറ്റ് എസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇനി ലിമിറ്റ് കൊടുക്കണം എനിക്ക് എസ് മുതൽ ഇൻഫിനിറ്റി വരെ. ഇൻഫിനിറ്റി കൊടുത്താലോ, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഓർ ln ഇൻഫിനിറ്റി ഗോസ് ടു ഇൻഫിനിറ്റി. സോ ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ വിൽ ബി റെഡി. ഇനി ഇതിന് ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കുമ്പോൾ അതാദ്യം ഒന്ന് എഴുതാം. ഇവിടെ ഇൻഫിനിറ്റി കൊടുത്താൽ യു ബൈ യു മൈനസ് 1ൽ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്താ വരിക, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി മൈനസ് 1, ദാറ്റ് ഈസ് ഓഫ് ദ ഫോം ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എൽ ഹോപ്പിറ്റൽ റൂളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. സോ നമുക്ക് എൽ ഹോപ്പിറ്റൽ റൂൾ ഉപയോഗിച്ചാൽ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ എൽ ഹോപ്പിറ്റൽ റൂൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ നമ്മളിതിൻ്റെ ഡെറിവേറ്റീവ്സിലാണ് അപ്ലൈ ചെയ്യുക. യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു 1 ആണ്, യു മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു 1 മൈനസ് 0 ദാറ്റ് ഈസ് അഗെയിൻ 1. സോ ദ വാല്യൂ ഈസ് 1 ആ വരിക. ഇതിനകത്ത് ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എന്താ വരിക, 1ന് ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുത്താൽ ദാറ്റ് ഈസ് അഗെയിൻ 1 തന്നെയാണ് വരിക. ഇത് കിട്ടിയോ നിങ്ങൾക്ക്? അതായത് നിങ്ങളുടെ ഫംഗ്ഷൻ യു ബൈ യു മൈനസ് 1 ആണ്. ഇതാണ് നിങ്ങളുടെ ഫംഗ്ഷൻ എഫ് ഓഫ് യു എന്ന് വിചാരിച്ചോളൂ. ഇനി നിങ്ങൾക്ക് ലിമിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ലിമിറ്റ് യു ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു കണ്ടുപിടിക്കണം. അതായത് ലിമിറ്റ് യു ടെൻസ് ടു ഇൻഫിനിറ്റി യു ബൈ യു മൈനസ് 1 നമുക്ക് അറിയണം. ഇത് ഡയറക്റ്റ്ലി ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോർമാറ്റാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതിൻ്റെ ഡെറിവേറ്റീവ് ലിമിറ്റ് അപ്ലൈ ചെയ്യും. യുടെ ഡെറിവേറ്റീവ് 1 വിത്ത് റെസ്പെക്ട് ടു യു ആണ് ചെയ്യുന്നത്. യു മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 0, യുവിൻ്റെ 1 കോൺസ്റ്റൻറ്റിൻ്റെ 0 ദാറ്റ് ഈസ് 1. സോ ലിമിറ്റ് യു ടെൻസ് ടു ഇൻഫിനിറ്റി 1 എന്ന് വരും, അതായത് 1 തന്നെയാണ് വരിക. റെഡി? അപ്പോൾ ഇൻഫിനിറ്റി കൊടുക്കുന്ന ഈ ടേമിൽ ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കുമ്പോൾ വാല്യൂ എത്രയാണ് വരുന്നത്, 1 ആണ് വരുന്നത്. സോ ദ ln ഓഫ് 1 എന്നാണ് കിട്ടുക, ln 1. റെഡി? മൈനസ് എന്ന് വെച്ചാൽ ഇത് മാത്രമാണ് 1, പിന്നെ ലോഗരിതം ഉണ്ടല്ലോ, അപ്പോൾ ln 1 മൈനസ് എസിന് ലിമിറ്റ് കൊടുക്കുമ്പോഴോ ln ഓഫ് എസ് ബൈ എസ് മൈനസ് 1 എന്ന് വരും. റെഡി? ഇനി വാട്ട് ഈസ് ln 1? log 1 ഈസ് 0. സോ 0 മൈനസ് ലോഗരിതം ഓഫ് എസ് ബൈ എസ് മൈനസ് 1 ദാറ്റ് ഈസ് മൈനസ് ലോഗരിതം ഓഫ് എസ് ബൈ എസ് മൈനസ് 1. ഇനി മൈനസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം -1 എന്നാണ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക, അതിനെ നമുക്ക് അതിൻ്റെ പവറിൽ കൊണ്ടുപോയി എഴുതാം. സോ ലോഗരിതം ഓഫ് എസ് ബൈ എസ് മൈനസ് 1 റേസ് ടു -1 അല്ലെ, ln b ഈക്വൽ ടു ln ഓഫ് ബി റേസ് ടു എ എന്നുള്ള ഫോർമുലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലിമിറ്റ് മാത്രമാണ് കേട്ടോ. സോ ln ഓഫ് എസ് ബൈ എസ് മൈനസ് 1 റേസ് ടു -1 ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ln ഓഫ് എസ് മൈനസ് 1 ബൈ എസ്. അതിൻ്റെ അർത്ഥം എന്താ, എസ് ബൈ എസ് മൈനസ് 1 റേസ് ടു -1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കലാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. എക്സ് റേസ് ടു -1 എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് എഴുതണം. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ln ഓഫ് എസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദി ആൻസർ. വൺ മോർ പ്രോബ്ലം. ഫൈൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി ബൈ ടി. അപ്പോൾ ഈ ബൈ ടി എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഇൻറ്റഗ്രേഷനാണ് ചെയ്യേണ്ടതെന്ന് ഓർമ്മ വരണം. അപ്പോൾ നമ്മൾ ആദ്യം ഈ മേലുള്ള ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നു, എൽ ഓഫ് സൈൻ എ ടി. അതെന്താണ്, സൈൻ എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി ബൈ ടി എന്തായിരിക്കും? ബൈ ഡെഫിനിഷൻ ഇൻറ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ക്യാപിറ്റൽ എഫ് ഓഫ് യു ഡി യു ആണ്. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ക്യാപിറ്റൽ എഫ് ഓഫ് യു പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ എസിന് സ്ഥാനത്ത് യു കൊടുക്കുന്നു, എ ബൈ യു സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി യു.
സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരിക, ആൻഡ് ദിസ് ഈസ് ഇതിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് യു ബൈ എ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിൻ്റെ ഫോർമുല നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് ഓഫ് യു ബൈ എ ആണ് വിത്ത് ദ ലിമിറ്റ് എസ് ടു ഇൻഫിനിറ്റി. സോ വി ഗെറ്റ് ദ വാല്യൂ ഇൻ ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കണം. യു ബൈ എ കോൺസ്റ്റൻ്റ് ആണ്, യുവിനാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി ബൈ എ മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് ബൈ എ. So which is equal to tan inverse of infinity by a is infinity minus tan inverse of s by a. എത്രയാണ് tan inverse of infinity എന്ന് പറഞ്ഞാൽ tan inverse of infinity is pi by 2 ആണ് കേട്ടോ. അതെങ്ങനെ അറിയാം? tan pi by 2 ആണ് ഇൻഫിനിറ്റി, ഓർത്ത് വയ്ക്കുക. tan pi by 2ൻ്റെ വാല്യൂ ആണ് ഇൻഫിനിറ്റി. therefore tan inverse of infinity എത്രയായിരിക്കും? pi by 2 ആണ് കേട്ടോ. Ready. So tan inverse of infinity equal to pi by 2 minus tan inverse of s by a. ഇനി വേണമെങ്കിൽ ഇതിനെ നമുക്ക് cot inverse of s by a എന്ന് എഴുതാം using the trigonometric property, or ഇത് തന്നെ എഴുതിയാലും കുഴപ്പമില്ല. Now we introduce the concept convolution. So convolution എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ഇൻറ്റഗ്രൽ ടൈപ്പാണ്. സപ്പോസ് നമുക്ക് f and g are two piecewise continuous functions and piecewise continuous functions ആണ്. Then the convolution of f and g denoted by f star g, and it is defined as integral 0 to t or 0 to u integral 0 to t f of t minus u g of u du. Convolution is defined by f star g equal to integral 0 to t f of t minus u g of u du. ഇത് ഫങ്ഷൻ ഓഫ് ടി ആണ് കേട്ടോ. ലിമിറ്റ് കൊടുക്കുമ്പോൾ ടിയിലാണല്ലോ വരിക. സോ ദിസ് ഈസ് കോൾഡ് കൺവല്യൂഷൻ. അപ്പോൾ രണ്ട് ഫങ്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്ത് അല്ലേ, ടി മൈനസ് യും ജി ഓഫ് യും രണ്ട് ഫംഗ്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്ത് അവരുടെ ഇൻറ്റഗ്രൽ 0 ടു ടി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കണം 0 മുതൽ ടി വരെ. അപ്പോൾ തീർച്ചയായിട്ടും ടിയിലുള്ള ഒരു ഫംഗ്ഷനായിരിക്കും കിട്ടുക. ആ ഫംഗ്ഷനെയാണ് നമ്മൾ കൺവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. റെഡി. അപ്പോൾ ഇതാണ് കൺവല്യൂഷൻ്റെ ഡെഫിനേഷൻ. ഓർത്തിരിക്കണം, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൺവല്യൂഷനെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയാനായിട്ട് നമുക്ക് പറ്റും. പ്രോപ്പർട്ടീസ് 1, convolution is commutative. എന്താ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എഫ് സ്റ്റാർ ജി ചെയ്ത് കഴിഞ്ഞാലും ജി സ്റ്റാർ എഫ് ചെയ്ത് കഴിഞ്ഞാലും സെയിം ആയിരിക്കണം അല്ലേ. എഫ് സ്റ്റാർ ജി ഈക്വൽ ടു ജി സ്റ്റാർ എഫ്, അങ്ങനെയുള്ളതിനാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യും നോക്കാം നമുക്ക്. അപ്പോൾ എഫ് സ്റ്റാർ ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനേഷൻ നമുക്കറിയാം ഇൻറ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടി മൈനസ് യു ജി ഓഫ് യു ഡി യു. ഇനി ഞാൻ ഈ ഇൻറ്റഗ്രേഷൻ നമുക്ക് കിട്ടേണ്ടത് ഇതിന് ജി സ്റ്റാർ എഫ് എന്ന് കിട്ടണം. എങ്ങനെ ജി സ്റ്റാർ എഫ് കിട്ടുക? എഫ് സ്റ്റാർ ജി ആണെങ്കിൽ എഫിൻ്റെ കൂടെ ടി മൈനസ് യും ജിയുടെ കൂടെ യുവും വരണം. ലിമിറ്റ് ഇവിടെ 0 ടു ടി കിട്ടണം. അപ്പോൾ ജി സ്റ്റാർ എഫ് ആണെങ്കിൽ എനിക്ക് എന്താ കിട്ടേണ്ടത്? ലിമിറ്റ് ഇത് തന്നെ ആയിരിക്കും. എഫിൻ്റെ കൂടെ യു ആയിരിക്കും, ജിയുടെ കൂടെ ടി മൈനസ് യു ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പുതിയ വേരിയബിൾ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ടി മൈനസ് യു എന്ന് പറയുന്ന വേരിയബിളിന് പകരം ഞാൻ ഒരു വി എന്ന് കൊടുക്കുന്നു. ടേക്ക് വി ഈക്വൽ ടു ടി മൈനസ് യു. അപ്പോൾ ഡി വി എന്തായിരിക്കും വരിക? ഡി വി ഈസ് ടീനെ കോൺസ്റ്റൻ്റ് ആക്കി വിചാരിച്ചിരിക്കുക കേട്ടോ. ടി ഈസ് എ കോൺസ്റ്റൻറ്റ്, സോ ടി ഈസ് 0 മൈനസ് ഡി യു എന്ന് വരും. യുവും വിയും ആണ് വേരിയബിൾസ് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡി വി ഈക്വൽ ടു മൈനസ് ഡി യു എന്ന് കിട്ടി. റെഡി. ഇനി വേരിയബിൾ മാറ്റുമ്പോൾ നമുക്ക് ലിമിറ്റും ചേഞ്ച് ചെയ്യണം. ഇവിടുത്തെ ലിമിറ്റ് ആർക്കാ? യുവിനാണ് ലിമിറ്റ് ഉള്ളത്. യു ഈക്വൽ ടു 0 ആകുമ്പോൾ വി എന്താകും? ടി മൈനസ് 0, ദറ്റ് ഈസ് ടി ആകും. യു ഈക്വൽ ടു ടി ആകുമ്പോൾ വി എന്താവും? ടി മൈനസ് ടി ഈക്വൽ ടു 0 ആവും അല്ലേ. അപ്പോൾ ഈ ഇൻറ്റഗ്രേഷൻ മൊത്തത്തിൽ മാറുകയാണ്. 0 കൊടുത്തപ്പോൾ ലിമിറ്റ് എത്രയാ? ടി ആണ്. ടി കൊടുത്തപ്പോൾ ലിമിറ്റ് എത്രയാ? 0 ആണ്. ഓക്കെ, എഫ് ഓഫ് ടി മൈനസ് യുവിനാണ് ഞാൻ പുതിയ വേരിയബിൾ കൊടുത്തിരിക്കുന്നത് വി. ഓക്കെ, ജി ഓഫ് യു എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ എന്തായിരിക്കും വരിക? ടി മൈനസ് വി ആയിരിക്കും വരിക.
ഓക്കെ, ടി മൈനസ് വി ആണ് അല്ലേ, ഇത് അങ്ങോട്ട് പോയി ഇതങ്ങോട്ട് വന്നു. അപ്പോൾ യു ഈക്വൽ ടു ടി മൈനസ് വി ആയിരിക്കും വരിക. ഇനി ഡി യുവിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം, മൈനസ് ഡി വി എന്ന് കൊടുക്കാം അല്ലേ. ഈ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ഡി വി എന്ന് കൊടുക്കാം, മൈനസ് ഡി വി എന്ന് കൊടുക്കാം. റെഡി. ഇനി ടി ടു 0 എന്ന് നമ്മൾ ഇൻറ്റഗ്രേറ്റ് സാധാരണ ചെയ്യാറില്ല, 0 ടു ടി എന്നാണ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ലിമിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യണം. ലിമിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കറിയാലോ ഒരു മൈനസ് കൂടെ ഒന്ന് വരുന്ന. അപ്പോൾ എൻ്റെ 0 ടു ടി എന്ന് എഴുതി ഒരു മൈനസ് കൊടുത്തു. എഫ് ഓഫ് വി ജി ഓഫ് ടി മൈനസ് വി ഡി വി. ഇനി ഈ മൈനസും ഈ മൈനസും കൂടി എന്താകും, പ്ലസ് ആകും. ലിമിറ്റ് 0 ടു ടി, ഇതാദ്യം എഴുതാം, ജി ഓഫ് ടി മൈനസ് വി എഫ് ഓഫ് വി ഡി വി. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് നോക്ക്, 0 ടു ടി 0 ടു ടി, ടി മൈനസ് യു ടി മൈനസ് വി, എഫ് ഓഫ് വി ജി ഓഫ് യു ഡി വി. ഇത് തന്നെയാണ് ഇത്, പക്ഷേ എഫിന് പകരം ജി ആണ്, യുവിന് പകരം വി ആണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഈ കൺവല്യൂഷൻ ഡെഫിനേഷനും ഇതും തമ്മിലുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇതവിടെ ആദ്യം വരുന്നത് ആരാ, ജി ആണ് അല്ലേ. ദിസ് ഈസ് നത്തിങ് ബട്ട് ജി സ്റ്റാർ എഫ്. അപ്പോൾ എഫ് സ്റ്റാർ ജി ചെയ്താലും ജി സ്റ്റാർ എഫ് ചെയ്താലും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും കൺവല്യൂഷൻ ഡിഫൈൻ ചെയ്യാനും ഫൈൻഡ് ഔട്ട് ചെയ്യാനും പറ്റും. റെഡി. ഈ പ്രോപ്പർട്ടിയും എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, പ്രൂവ് ചെയ്യാൻ ചോദിക്കാണ്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന്. കൺവല്യൂഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. Now we go to convolution theorem. Convolution theorem says that suppose we have two function f and g. അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫും ക്യാപിറ്റൽ ജിയും ആണെങ്കിൽ ഈ ക്യാപിറ്റൽ എഫിൻ്റെയും ക്യാപിറ്റൽ ജിൻ്റെയും പ്രോഡക്റ്റിൻ്റെ നമുക്ക് ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ക്യാപിറ്റൽ ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു, വെറുതെ എഫ് ഇൻറ്റു ജി ചെയ്താൽ പോരാ, എഫ് സ്റ്റാർ ജി ചെയ്യണം. എഫ് സ്റ്റാർ ജി എന്ന് പറയുമ്പോൾ കൺവല്യൂഷൻ ആണ്, എഫ് ഇൻറ്റു ജി എന്ന് പറയുമ്പോൾ സാധാരണ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ വെറുതെ എഴുതിയിരിക്കുന്നതല്ല, എഫ് സ്റ്റാർ ജി എന്ന് പറഞ്ഞാൽ കൺവല്യൂഷൻ ആണ്. ദെർഫോർ ലാപ്ലാസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കറസ്പോണ്ടിങ് ഫംഗ്ഷൻസിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക അല്ലേ, കറസ്പോണ്ടിങ് ഫംഗ്ഷൻസിൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, ദെൻ അവരുടെ കൺവല്യൂഷൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഐഡിയ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്, ഹൗ ടു പ്രൂവ് ദി കൺവല്യൂഷൻ തിയറം. ഓക്കെ, സോ നമുക്കറിയാം എൽ ഓഫ് എഫ് ഓഫ് ടി ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ്, എൽ ഓഫ് ജി ഓഫ് ടി ക്യാപിറ്റൽ ജി ഓഫ് എസ് ആണ്. അതുകൊണ്ട് നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്ത് വിളിക്കാം, സ്മോൾ എഫ് ഓഫ് ടി എന്നും, ആൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ ജി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ജി ഓഫ് ടിയും ആയിരിക്കും. ബിക്കോസ് വി ഹാവ് ഗിവൺ ദാറ്റ് ദീസ് ടു സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ, ഇൻവേഴ്സ് ഇതാണ്, ഇതിൻ്റെ ഇൻവേഴ്സ് ഇതാണ് നമുക്കറിയാം. ഓക്കെ, therefore you consider, so we consider capital F of s into g of s ഞാൻ നോക്കി. ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം, ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസിന് പകരം എന്ത് എഴുതാം, എനിക്ക് എൽ ഓഫ് ജി ഓഫ് ടി എന്ന് എഴുതാം അല്ലേ, എൽ ഓഫ് സ്മോൾ ജി ഓഫ് ടി എന്ന് എഴുതാം. റെഡി, എൽ ഓഫ് സ്മോൾ ജി ഓഫ് ടി എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു എന്താണ് എൽ ഓഫ് സ്മോൾ ജി ഓഫ് ടിൻ്റെ ഡെഫിനിഷൻ എന്താ, ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ജി ഓഫ് ടി ഡി ടി, ഇതാണ് ഡെഫിനിഷൻ. ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, ഞാൻ ഈ എഫ് ഓഫ് എസിന് ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ, പറ്റും. ബിക്കോസ് ഇവിടുത്തെ വേരിയബിൾ എസ് ആണ്, ഇവിടുത്തെ ഇൻറ്റഗ്രേഷൻ ടി ആണ്. അപ്പോൾ എസ്സിനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആക്കിയിട്ടേ നമ്മൾ വിചാരിക്കത്തുള്ളൂ, അപ്പോൾ വാല്യൂവിൽ വ്യത്യാസമൊന്നും വരില്ല. അതുകൊണ്ട് ഈ എഫ് ഓഫ് എസിന് ഉള്ളിലേക്ക് കൊടുക്കാനായിട്ട് പറ്റും. സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, ഇ റേസ് ടു മൈനസ് എസ് ടി ഉണ്ട്, ഈ എഫ് ഓഫ് എസിന് ഉള്ളിലേക്ക് കൊടുത്തു, എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് ടി ഡി ടി എന്ന് എഴുതി. റെഡി, ഇതിന് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തോളൂ. ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു ദിസ് ഇൻറ്റഗ്രൽ. ഓക്കെ, ഇനി ഈ ഇൻറ്റഗ്രേഷനിൽ ഈ ടേം കണ്ടോ, ഈ ടേമിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കാൻ പോകണം നമ്മൾ. നൗ കൺസിഡർ ഈ ടേം ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് നോക്കി. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസിന് പകരം എന്ത് എഴുതാം, എൽ ഓഫ് ജി എഫ് ഓഫ് ടി എന്ന് എഴുതാം, എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് എഴുതി. അതായത് ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ച് എൽ ഓഫ് എഫ് ഓഫ് ടിയുടെ ഡെഫിനേഷൻ എന്താ, ആക്ച്വലി നമ്മൾ സാധാരണ എഴുതാറുള്ളത് എന്താ, ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി എന്നാണ്. പക്ഷേ ഇവിടെ ടി ഉള്ളത് കൊണ്ട് ഞാനിതിനെ ഒന്ന് മാറ്റി എഴുതാൻ പോകണേ. ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി വേറൊരു വേരിയബിൾ കൊടുത്തെഴുതുന്നു, ഇ റേസ് ടു മൈനസ് എസ് യു എഫ് ഓഫ് യു ഡി യു. വേരിയബിൾ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാമല്ലോ, ഇവിടെ ഓൾറെഡി ടി ഉണ്ട്. അപ്പോൾ ഈ രണ്ട് വേരിയബിളും കൂടി വ്യത്യാസം കൺഫ്യൂഷൻ ആവാതിരിക്കാൻ ഇവിടുത്തെ ഞാൻ ടിക്ക് വരും യു എഴുതി കേട്ടോ. ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് യു എഫ് ഓഫ് യു ഡി യു. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി
ഇവിടെ നോക്കി, ഇവിടുത്തെ വേരിയബിൾ ആരാ? യു ആണ് ഇവിടുത്തെ വേരിയബിൾ. അപ്പോൾ ഈ എസ് ടി എന്ന് പറയുന്ന ആൾ ആരായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനടുത്ത് ഉള്ളിൽ കൊടുക്കാമല്ലോ. സോ ഇ റേസ് ടു മൈനസ് എസ് ടി ഉള്ളിലേക്ക് പോകുന്നു. ഇ റേസ് ടു മൈനസ് എസ് യു എഫ് ഓഫ് യു ഡി യു വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. ഇത് രണ്ടിനും കമ്പയർ ചെയ്ത് ഇ റേസ് ടു മൈനസ് എസ് ഔട്ട് സൈഡ് എടുത്താൽ എന്തെഴുതാം? ടി പ്ലസ് യു എന്ന് എഴുതാം അല്ലേ. ഇ റേസ് ടു മൈനസ് എസ് രണ്ടിലുണ്ട്. ടി പ്ലസ് യു എഫ് ഓഫ് യു ഡി യു. റെഡി. ദിസ് ഈസ് ഈക്വൽ ടു, ഞാൻ ഈ വേരിയബിളിന് വേറൊരു വേരിയബിൾ കൊടുക്കുന്നു. ലെറ്റ് വി ഈക്വൽ ടു ടി പ്ലസ് യു എന്ന് കൊടുത്തു. അതുകൊണ്ട് ഈ ടി പ്ലസ് യുവിന് വി കൊടുത്തു. റെഡി. അപ്പോൾ ഡി വി എന്തായിരിക്കും? ടി കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വിചാരിക്കുന്നത്. ഡി യു ആയിരിക്കും. റെഡി. ലിമിറ്റ് എന്താവും? ഇവിടുത്തെ ലിമിറ്റ് യുവിനാണ്. യുക്ക് 0 ആകുമ്പോൾ വി എന്താവും? ടി ആവും. യുക്ക് ഇൻഫിനിറ്റി ആകുമ്പോൾ വി എന്താവും? ടി പ്ലസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആകും. സോ ദ ഇൻ്റഗ്രൽ വിൽ ബിക്കം ഇൻ്റഗ്രൽ ടി ടു ഇൻഫിനിറ്റി അല്ലേ. 0 to ഇൻഫിനിറ്റി മാറി ടി ടു ഇൻഫിനിറ്റി ആകുന്നു. ഇ റേസ് ടു മൈനസ് എസ് ടി പ്ലസ് യുവിന് പുതിയ വേരിയബിൾ കൊടുത്തു, വി എന്നാണ്. എസ് വി. റെഡി. എഫ് ഓഫ് യു. യു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വി മൈനസ് ടി ആയിരിക്കും അല്ലേ. വി മൈനസ് ടി ഡി യു. ഡി യു എന്ന് പറഞ്ഞാൽ എന്താ? ഡി വി ആയിരിക്കും. ഡി വി. അപ്പോൾ ഇ റേസ് ടു ഇത് കിട്ടിയോ നോക്കൂ. ഇ റേസ് ടു മൈനസ് എസ് ടി ഈ ഇൻറ്റഗ്രേഷൻ അകത്ത് കിട്ടിയ ഈ ടേമിനെ മാത്രം കൺസിഡർ ചെയ്യുന്നു. എഫ് ഓഫ് എസിന് പകരം എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് എഴുതി. ഇ റേസ് ടു മൈനസ് എസ് ടി ഉണ്ട്. ഇനി ഇതിൻ്റെ ഡെഫിനേഷൻ എഴുതുന്നു. പക്ഷേ ഇതിൻ്റെ ഡെഫിനേഷൻ എഴുതുമ്പോൾ നമ്മൾ ടി ഉപയോഗിക്കുന്നില്ല. ഇതിന് വേണമെങ്കിൽ എൽ ഓഫ് എഫ് ഓഫ് യു എന്ന് എഴുതിക്കോളൂ കേട്ടോ. അപ്പോൾ ടി ഉപയോഗിക്കുന്നില്ല, കാരണം ഇവിടെ ഒരു ടി ഇവിടെ ഒരു ടി. അപ്പോൾ രണ്ട് ടീം കൂടെ വ്യത്യാസം കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി ഇവിടെ ഞാൻ യു എന്ന് എഴുതുന്നു. അപ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ടി പുറത്തുണ്ട്. എഫ് ഓഫ് യുവിൻ്റെ ഡെഫിനേഷൻ, ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഫ് ഓഫ് യുവിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഇ റേസ് ടു മൈനസ് എസ് യു ഓഫ് യു ഡി യു എന്ന് എഴുതി. ഇനി ഇതിനെ അടുത്ത് അകത്തേക്ക് കൊടുക്കുന്നു, കാരണം ഇവിടുത്തെ വേരിയബിൾ യു ആണ്. ഇത് എസ് എം ടിയും കോൺസ്റ്റൻ്റ് ആണ്, ഉള്ളിലേക്ക് പോകുന്നു. ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്ത് എഴുതുന്നു. പുതിയ വേരിയബിൾ ടി പ്ലസ് യു കിട്ടുന്നു. അതിന് വേറൊരു വേരിയബിൾ എന്നുള്ള പേര് കൊടുക്കുന്നു. ദെൻ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റും വേരിയബിൾസും ചേഞ്ച് ചെയ്ത് എഴുതുന്നു. റെഡി. ഇ റേസ് ടു മൈനസ് എസ് ബി എഫ് ഓഫ് വി മൈനസ് ടി ഡി വി എന്ന് കിട്ടി. അപ്പോൾ ഈ കിട്ടിയതിനെ ഞാൻ ഈ ഇക്വേഷൻ നമ്പറിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കിത് കിട്ടിയത് എന്താ? ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് അല്ലേ. ഇതാണല്ലോ ഇത്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇതിന് പകരം ഞാൻ ഇത് റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ. So therefore equation 1 പ്രകാരം equation 1 is capital F of s into g of s is equal to integral 0 to infinity e raised to minus st capital F of s g of t dt ആയിരുന്നു. അതിൽ ഈ ടേമിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? ഓൾറെഡി ഉള്ളത് ഇൻ്റഗ്രൽ 0 to infinity അവിടെ ഉണ്ട്. ഇത് ഏത് വേരിയബിളിനാണ്? 0 to infinity ടിക്കാണ്. അപ്പോൾ നമ്മുടെ രണ്ട് ഇൻ്റഗ്രേഷൻ വരുന്നതുകൊണ്ട് t equal to 0 to infinity. റെഡി. ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് എസിന് പകരം എന്ത് എഴുതാം? ഈ ഇൻ്റഗ്രേഷൻ എഴുതാം. ഇൻ്റഗ്രൽ ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ ടി മുതൽ ഇൻഫിനിറ്റി വരെ അല്ലേ. ഇൻ്റഗ്രൽ ടി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് വി എഫ് ഓഫ് വി മൈനസ് ടി ഡി വി, പിന്നെ ഇവിടെയുള്ള ജി ഓഫ് ടി ഡി ടി ഉണ്ട്. ശരിയല്ലേ? നോക്കൂ. യെസ്. ഇനി ഈ ടി ടു ഇൻഫിനിറ്റി പറയുന്നത് ഏതിനാണ് കൊടുക്കുന്നത്? ഇതിനാണ് കേട്ടോ. വിക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. റെഡി. അപ്പോൾ ഇത്രയും നമുക്കിതൊന്ന് എഴുതാനായിട്ട് പറ്റും. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, ഞാൻ ഇൻ്റഗ്രേഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതണം. ആദ്യം ഈ ഇൻ്റഗ്രൽ എഴുതുന്നു. വി ഈക്വൽ ടു ടി ടു ഇൻഫിനിറ്റി ആദ്യം എഴുതുന്നു. ഇൻ്റഗ്രൽ ടി ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എഴുതുന്നു. ഓക്കെ. ദെൻ ഇ റേസ് ടു മൈനസ് എസ് വി അവിടെ ഉണ്ട്. അതെ. എഫ് ഓഫ് വി മൈനസ് ടി ഉണ്ട്. അതെ. ജി ഓഫ് ടി ഉണ്ട്. ഡി ടി ഉണ്ട്. ഡി വി ഉണ്ട്. എന്തെങ്ങനെ ഓർഡർ മാറ്റി എഴുതിയത്? ടി മുതൽ ടി ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ടി ആണല്ലോ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം ഇത്രയും ടേംസിൽ ടി ചെയ്യുന്നു. ദെൻ ഇതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് ശേഷം ഇൻ്റഗ്രൽ വി ഈക്വൽ ടു ടി ടു ഇൻഫിനിറ്റി ഡി വി വെച്ച് ചെയ്യുന്നു. ഓക്കെ. അതായത് ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് നിങ്ങൾ നോക്കണം. ഇവിടെ വിക്ക് ലിമിറ്റ് കൊടുക്കണമെങ്കിൽ അവസാനം ഡി വി ആയിരിക്കണം. ഈ വിയും ഈ ഡി വിയും, ഈ ടിയും ഈ ഡി ടിയും ഇവരാണ് അടുത്തടുത്ത് വരുന്നത്. ഓക്കെ. സോ ഇതിന് ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്തെഴുതാം. ഇൻ്റഗ്രൽ വി ഈക്വൽ ടു ടി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് വി പുറത്തുണ്ട്. അകത്ത് ഇൻ്റഗ്രൽ ടി ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് വി മൈനസ് ടി ജി ഓഫ് ടി ഡി ടി ഡി വി. റെഡി. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വി. ഓക്കെ. നൗ ഐ ചേഞ്ച് ദിസ് ഇൻ്റഗ്രേഷൻ. നോക്കൂ. ടി 0 മുതൽ ഇൻഫിനിറ്റി വരെ പോകണം. പിന്നെ വി എവിടേക്കും വരെ പോകണം? ടി മുതൽ ഇൻഫിനിറ്റി വരെ പോകണം. അപ്പോൾ ഞാൻ ഈ ഇൻ്റഗ്രലിനെ ഒന്നുകൂടി ചേഞ്ച് ചെയ്യാൻ പോകണം. ഇൻ്റഗ്രൽ ടി ഈക്വൽ ടു 0 to വി ഇൻ്റഗ്രൽ വി ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി. ഓക്കെ.
നോക്ക് ശരിയാവും നോക്ക്. ടി ഈക്വൽ ടു 0 മുതൽ വി വരെ പോകുന്നു, വി 0 മുതൽ ഇൻഫിനിറ്റി വരെ പോകുന്നു. അപ്പോൾ ടി ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ശരിയാവത്തില്ലേ? വി ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് വി ഇൻറ്റഗ്രൽ 0 ടു വി എഫ് ഓഫ് വി മൈനസ് ടി ജി ഓഫ് ടി ഡി ടി ഡി വി. So which is equal to integral v to 0 to infinity e raised to minus sv. ഇനി ഇതെന്താ നോക്കൂ, ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കൺവല്യൂഷൻ ആണ് അല്ലേ? കൺവല്യൂഷൻ ആണ് എഫിൻ്റെയും ജിൻ്റെയും. സോ നമുക്കതിനെ എഫ് സ്റ്റാർ ജി ഓഫ് വി ഡി വി എന്ന് എഴുതാം. സോ ഈക്വൽ ടു, കാരണം ഇത് ടി ആണ്, ഇൻറ്റിഗ്രേഷൻ ചെയ്ത് ലിമിറ്റ് കൊടുക്കുമ്പോൾ അത് വിയിലായി മാറും കേട്ടോ. എഫ് സ്റ്റാർ ജി ഓഫ് വി ഡി വി എന്ന് എഴുതാം. അപ്പോൾ ഇത് ഈ ഡെഫിനേഷൻ നോക്കൂ, ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് വി എഫ് സ്റ്റാർ ജി ഓഫ് വി ഡി വി. ഇത് എന്തിൻ്റെ ഡെഫിനേഷനാണ്? ഇവിടെ ടി ആയിരുന്നെങ്കിൽ നമ്മൾ എന്താ വായിക്കുക? ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് സ്റ്റാർ ജി ഓഫ് ടി ഡി ടി എന്നാണെങ്കിൽ എന്താ വായിക്കുക? ഇവിടെ എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും ആയിക്കോട്ടെ, ഒരു ഫംഗ്ഷനെ ഇ റേസ് ടു മൈനസ് എസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി ഓഫ് വി. So this is called a convolution theorem.